നീ എക്സാമിന് പാസ്സാകാൻ വേണ്ടിട്ടല്ലേ ആ ലെറ്റർ തന്നെ അവൻ പറഞ്ഞത്? നീ നല്ല മാർക്ക് വാങ്ങുകയാണെങ്കിൽ നിനക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലുള്ള ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടി 100 കുടം വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യാമെന്ന് പ്രാർത്ഥിക്ക്. 100 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. ആര് പറഞ്ഞു 100 കുടം വെള്ളം ഒഴിച്ചാ ദൈവത്തിന് കോൾഡ് പിടിക്കടി? പിന്നെ എങ്ങനെയാ 100 മാർക്ക് ഇടുക? പ്രാന്ത് സംസാരിക്കാതെ. നമ്മൾ കഷ്ടപ്പെടണം, അതിൻ്റെതായ ഫലം ദൈവം നമുക്ക് തരും. ഒരു ചാപ്റ്ററിലുള്ള എല്ലാ ചോദ്യങ്ങളും പഠിക്കേണ്ട കാര്യമില്ല. അതില് 10 എണ്ണം തെരഞ്ഞെടുത്ത് പഠിച്ചാലുണ്ടല്ലോ, 10 കിട്ടിയില്ലെങ്കിലും 8 എണ്ണമെങ്കിലും ശരിയാവും. അത് നിനക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം. ശരി, അതും ട്രൈ ചെയ്ത് നോക്കാം. പപ്പി, ഈ കുടത്തിൽ ഒഴിക്കുന്നോ അതോ ഈ കുടത്തിൽ ഒഴിക്കുന്നോ? ഞാനല്ല ഒഴിക്കാൻ പോകുന്നത്, നീയാ ഒഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതെന്നെ മതി. ശരി, ദൈവത്തിനല്ലേ ഒഴിക്കണ്ടേ? അവിടെ നിക്ക്, അതില് 100 കല്ലുകളുണ്ട്. 100 കല്ലോ? ഓ, ദൈവത്തിന് ഓരോ കുടം വെള്ളം ഒഴിക്കുമ്പോഴും ഓരോ കല്ലും വലിച്ചെറിയണം. ദൈവത്തിന്റെ മേലെയോ? അല്ല, തൊട്ടടുത്ത്. എന്തിന്? നിനക്കല്ലേ കണക്കറിയാത്തത്? 100 കുടം പൂർത്തിയാക്കിയെന്ന് നിനക്കെങ്ങനെയാ മനസ്സിലാവുന്നത്? പപ്പി, ആദ്യത്തെ കുടം തൊട്ടു, പിന്നെ നീ 100ാമത്തെ കുടം തൊട്ടു. അതെന്തിനാ? ആദ്യത്തെ കുടവും 100ാമത്തെ കുടവും ഞാൻ തൊട്ടതുകൊണ്ട് ഈ 100 കുടവും ഞാൻ ഒഴിച്ചതിന്റെ കണക്കാ. അതെങ്ങനെ? ഒഴിച്ചത് ഞാനല്ലേ? ദൈവത്തിന് പൂജ ചെയ്യുന്നതിന് മുമ്പ് മേൽശാന്തി നമ്മുടെ പേരും നക്ഷത്രവും പറഞ്ഞ് പൂജ ചെയ്യുന്ന സാധനങ്ങളിൽ തൊട്ടു തൊഴാൻ പറയും. അതെ, പൂജ നമുക്ക് വേണ്ടിയാ, പക്ഷെ മന്ത്രം നമ്മൾ ചൊല്ലാറില്ലല്ലോ. മനസ്സിലായി. മന്ത്രം പൂജാരിക്ക്, പ്രസാദം നമുക്ക്. അതേപോലെ ആദ്യത്തെ കുടവും 100ാമത്തെ കുടവും ഞാൻ തൊട്ടതുകൊണ്ട് വെള്ളം നീ ഒഴിച്ചാലും പുണ്യം എനിക്കുള്ളതാ. എന്റെ ദൈവമേ, പപ്പിക്ക് ഈ കുടത്തിന്റെ സൈസിനേക്കാളും വലിയ ബുദ്ധിയാണല്ലോ. അല്ലടാ ലഡു, എന്നാ പിടിച്ചോ. സത്യ, പൂജ വേറെ, വഴിപാട് വേറെ. നമ്മൾ നേരുന്നത് നമ്മളാണ് നിറവേറ്റേണ്ടത്. നിനക്ക് നല്ല മാർക്ക് കിട്ടാൻ നീ അർജുന കൊണ്ടാണ് 100 കുടം വെള്ളം ഒഴിപ്പിച്ചിരിക്കുന്നത്. ഇത് നോക്ക്, ഇതുപോലെ നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ നീ പ്രാർത്ഥിച്ചാൽ അവന് നല്ലൊരു ഭാര്യയെ കിട്ടാൻ പോകുന്നു. പ്രാർത്ഥന, ഭർത്താവ്, നെവർ. ഭർത്താവിന് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കണോ? ഞാൻ ഒരുത്തനെ അന്വേഷിച്ചു പോവില്ല. എന്റെ സൗന്ദര്യത്തിന് മയങ്ങി എന്നെക്കാൾ അന്തസ്സായ ഉള്ള ഒരുത്തൻ എന്റെ പുറകെ വരും. പീസുകളൊക്കെ കൊള്ളാലോ. ഹലോ, ഒന്ന് നിക്ക്. നിങ്ങളാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഇൻചാർജ്? ഞാൻ ഈ ഹോട്ടലിന്റെ മാനേജർ. നീ എന്ത് വേണമെങ്കിലും അയക്കോ. ഈ സ്വിമ്മിംഗ് പൂളിൽ ആരെങ്കിലും മുങ്ങിച്ചത്തിട്ടുണ്ടോ? എന്താ സാർ, എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അങ്ങനെ ഒരു ഒരാൾ മുങ്ങിച്ചത്തിട്ടില്ല. എന്നാ പിന്നെ ഇതിന്റെ പേര് സ്വിമ്മിംഗ് പൂൾ എന്നല്ല. ഇയാളിത് എവിടെ? എന്താ നിനക്ക് അറിയണോ? What a beauty. നമസ്കാരമുണ്ട് നെഗറ്റീവ് നാരായണൻകുട്ടി. സാറായിരുന്നാ? നമസ്കാരമുണ്ട്. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതിന്റെ കാര്യമൊന്നും പറയണ്ട. എന്ത് പറ്റി? എന്റെ മുത്തശ്ശിക്ക് 92 വയസ്സ്. അത് ഇനിയും ചത്തിട്ടില്ല. എന്റെ അപ്പച്ചിക്കാണെങ്കിൽ 72 വയസ്സുണ്ട്. അതും ചത്തില്ല. ഞാൻ കല്യാണം കഴിക്കുമ്പോ എന്റെ ഭാര്യയ്ക്ക് 30 കിലോ, ഇപ്പൊ 90 കിലോ. ഇതിൽ കൂടുതൽ എന്ത് വിശേഷം സാറേ? അതൊക്കെ പോട്ടെ, നിങ്ങളുടെ കുടുംബം. അയ്യോ, ഒരു പ്രശ്നമില്ല, അങ്ങനൊന്നും പറയല്ലേ. എല്ലാവർക്കും സുഖം തന്നെ കിടക്കുന്നു. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇവിടെ? എന്റെ മകൻ പ്രേമനെ അടുത്ത ആഴ്ച ഡയമണ്ട് എക്സിബിഷൻ നടത്താൻ പോവാ. അതിനുവേണ്ടി ഹാൾ ബുക്ക് ചെയ്യാനാ ഇവിടെ വന്നത്. അല്ല, പ്രേം അമേരിക്കന്ന് വന്നു? അവൻ വന്നിട്ട് 3 മാസമായി. ജ്വല്ലറി പരസ്യത്തിന് വേണ്ടി ഒരു മോഡലിനെ അന്വേഷിച്ച് നടക്കുക.
ഇതൊന്നും ഇന്ത്യയിൽ കിട്ടില്ല എന്ന് പറഞ്ഞ അവൻ കേക്കണ്ടേ? അതെന്താ ഇവിടെ കിട്ടാത്തത്? ഡാഡ്, ഇറ്റ്സ് ബാഡ്. എന്റെ ഡയമണ്ട്സിന് ഒരു മോഡൽ വേണമെന്ന് പറഞ്ഞില്ലേ? എനിക്കൊരു കോഹിനൂർ ഡയമണ്ട് തന്നെ കിട്ടി. Look there. അതെന്റെ അനുജത്തിയാ, പേര് സത്യ. ആ പെണ്ണ് നിങ്ങളുടെ അനിയത്തിയാണെന്നോ? Great. എന്റെ ജ്വല്ലറി അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഒരു വലിയ ഹോർഡിംഗ് വെക്കാന്ന് ആലോചിക്കായിരുന്നു. ഏകദേശം 25 കോടി വില വരുന്ന ആഭരണങ്ങൾ ഒരു സുന്ദരിയായ പെണ്ണിനെ അണിയിച്ച് ഫോട്ടോസ് എടുക്കണമെന്നാണ് പ്ലാൻ. ഫോട്ടോ എടുക്കാൻ മാത്രം 25 കോടി രൂപയുടെ ആഭരണം ഇടുന്നവൻ നാളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ എന്തുമാത്രം ആഭരണം ഇടും? What? 25 crores? Yeah. You mean you gonna keep my picture in wordings throughout the India? Not only India, throughout the world. Oh wow, that's great. I don't mind. Thank you. അമ്മവാ, എനിക്കൊരു ഡൗട്ട്. അത് സ്ഥിരമല്ലേ നിനക്ക് ഡൗട്ട് വരുന്നതും അതിന് ഞാൻ ഉത്തരം പറയുന്നതും. എന്താ ചോദിച്ചോ? എന്നാ ശരി, ഞാൻ ചോദിക്കുന്നില്ല. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അവിടുന്നല്ലേ പ്രശസ്തനായ ജോത്സ്യൻ ദാമോദരൻ സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഇപ്പൊ കണ്ടിന്യൂ. ബ്രഹ്മാനന്ദം പരമാനന്ദം സാർ. ഇതില് വലിയ തമാശ ഒന്നുമല്ലല്ലോ. നിനക്കെന്താ ചോദിക്കണ്ടേ? ജീവിതം. നിങ്ങള് ജാതകം നന്നായി ഗണിക്കും ഞാൻ കേട്ടിട്ടുണ്ട്. കല്ലിനെ കുറിച്ച് പറയോ നിങ്ങള്? കല്ല് എന്തടേ? പുല്ലിനെ കുറിച്ച് പോലും ഞാൻ പറയും. ഏത് കല്ല് പറ. ഇതിലെന്തോ നാടാ ഉള്ളത്? നന്നായിട്ടൊന്ന് നോക്കിക്കേ. കിഡ്നി കാണുന്നു. അതിന്റെ അകത്ത് എന്താ ഉള്ളത്? കല്ല് കാണുന്നു. ആ കല്ലിനെ കുറിച്ച് പറയൂ. രാവിലെ വന്ന് എന്നെ കുരങ്ങളിപ്പിക്കാ. നിനക്ക് എന്ത് സംഭവിക്കുന്നു പറയട്ടെ. ഇന്ന് കിഡ്നിക്കകത്തുള്ള കല്ല് നാളെ വലുതായി പൊട്ടിച്ചെതറും. അതോടെ നിന്റെ കാര്യം തീരുമാനാകും. പക്ഷെ മറ്റു 4 പേരും വേറെന്തൊക്കെയാണല്ലോ പറഞ്ഞത്? ഏത് 4 പേര് എന്ത് പറഞ്ഞു? ഇങ്ങോട്ട് കാണിക്കടാ. ഞാൻ കാലുകുത്തിയ സ്ഥലമൊക്കെ സ്വർണ്ണമഴ പൊടിയുന്ന പറഞ്ഞു. ഓഹോ, ഗുരു ഉച്ചസ്ഥാനത്താണല്ലോ. അവരും ഇത് തന്നെ പറഞ്ഞേ. ശുക്രന് ഉച്ചസ്ഥാനത്താണ്. അവരും ഇതുപോലെ തന്നെയാണല്ലോ പറഞ്ഞത്. അല്ല, സൂര്യന് ഉച്ചസ്ഥാനത്താണല്ലോ. അവര് പറഞ്ഞ പോലെ തന്നെയാണല്ലോ സാറ് പറയുന്നത്. ഇവൻ ഭാഗ്യവാന. ഇവനെ നമ്മോടൊപ്പം നിർത്തിയ ഐശ്വര്യമഴ പൊഴിയും. എന്റെ ജാതകം തന്നെങ്കിൽ സാർ, ഞാൻ പോട്ടെ. ഇങ്ങ് താടാ. അതിരിക്കട്ടെ, നീ എവിടുന്നാ? സാർ, ഞാനൊരു അനാഥനാണ് സാർ. അങ്ങനെ പറയല്ലേ. ഞാനുള്ളപ്പോ നീ അനാഥനാവൂ. നീ എന്റെ ഒപ്പം കൂടിക്കോ. അമ്മവാ, ഒരു മിനിറ്റ്. എന്താടാ? പിന്നെ കാണാൻ പ്രശ്നം വരാതിരിക്കാൻ ഞാൻ മുമ്പേ ഒരു കാര്യം പറയട്ടെ. തുടക്കത്തിൽ തന്നെ അപശകുനം പറയാതടാ. മുന്നിലെയും പിന്നിലെയും പ്രശ്നമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവന്റെ മനസ്സ് തങ്കമാടാ. What a pretty girl. Beautiful.